അദ്ദേഹത്തിൻ്റെ ഇതിലും ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ഉടമ്പടിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോവുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നുണ്ട് കാര്യം, ആന്തരികമായൊരു ബോധ്യം കിട്ടുന്നുണ്ട്, അമ്മ അയാളെ രക്ഷിക്കും എന്ന് ഉറപ്പായിട്ട് അയാൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അതിനേക്കാൾ മോശമായ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകണമെന്ന് വിചാരിച്ചോ? അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെയുള്ള അയ്യോപാപിയായിട്ടുള്ള ആ ഫെയ്ത്ത് ഉള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ അവർ പിന്നെ ഉടമ്പടിയിൽ ഉഴപ്പുകയും പഴയത് പോലും ചെയ്യാതിരിക്കും. അയ്യോ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ചിലർക്ക് അബദ്ധം പറ്റുന്നത്. പക്ഷേ ഡിക്സൺ അങ്ങനെയല്ല. അയാളെ സസ്പെൻഷനായിരുന്നു നമ്മൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി തിരിഞ്ഞപ്പോൾ അയാൾ ജയിലിലായി. പക്ഷേ അയാൾ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. വിശ്വാസി ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തകർച്ചകളിലേക്ക് തന്നെ ഒരിക്കലും വിശ്വാസി വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം കൊണ്ട്, സ്നേഹം കൊണ്ട്. നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചെയ്യുന്നതെല്ലാം നല്ല സ്നേഹത്തിലായിരിക്കും. ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? സാക്ഷ്യം കേൾക്കാൻ പറയാൻ പറ്റും. ആൾക്കാരെല്ലാം പഴയതുപോലെ ഞങ്ങൾക്ക് നിങ്ങളെ അധികം ഉപദേശിക്കേണ്ടി ഒന്നും വരണില്ല. ആൾക്കാരെല്ലാം ഉടമ്പടി എടുക്കാൻ മുമ്പേ ഹോംവർക്ക് ചെയ്ത് വാട്ട് ഈസ് ദ കവനൻ്റ് ലൈഫ് അതെല്ലാം മനസ്സിലാക്കി എവനൻ്റെ എന്താ ഇപ്പം ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞില്ലേ, ഉടമ്പടി എടുക്കും മുമ്പ് തന്നെ കുമ്പസാരിച്ചൊരുങ്ങി ഒക്കെയാണ് ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി പോലും എടുക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ബേസിക്കായിട്ട് ആകണത്? നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുക മാത്രമല്ല, ഒട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. സ്നേഹത്തിലേക്ക് അടുത്ത് വരാൻ പറ്റും. പക്ഷേ ദൈവത്തോടാണ് നീ അടുക്കണമെങ്കിൽ ഒട്ടാനുള്ള സാധ്യതയുണ്ട്. ബൈബിൾ എപ്പോഴും അങ്ങനെ ഒരു ഇൻറ്റിമസി, കോൾ ടു ഇൻറ്റിമസിയാണ്. അത് എപ്പോഴും ഇപ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴും അതിൻ്റെ മനസ്സിൽ അതിൻ്റെ അകത്തുള്ളൊരു ഒരു മനസ്സുണ്ട് ദൈവത്തിന്. എന്താണ്? ദൈവത്തോട് ഒട്ടാനും ഐക്യപ്പെടാനും. പരിശുദ്ധ കുർബാനയ്ക്ക് തന്നെ നമ്മൾ എന്താ വിളിക്കണത്? കമ്മ്യൂണിയൻ എന്നല്ല വിളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എന്നർത്ഥമല്ലേ, കും. അതായത് അത് ലാറ്റിൻ പ്രത്യയമാണ് കും എന്നുവെച്ചാൽ വിത്ത് എന്നർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം, അബൈഡിങ്, കൂടെ വസിക്കാൻ. ഇപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം, ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള കുറച്ച് വിജയങ്ങൾക്കോ സൗഖ്യങ്ങൾക്കോ ആണ്. പക്ഷേ ദൈവം ഉടമ്പടി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് മാത്രം. അത് ഇഫക്റ്റാണ്. നിങ്ങൾ പരീക്ഷ ജയിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ കേസ് ജയിക്കുന്നു, അതൊക്കെ ഇഫക്റ്റാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോസ് അതല്ല. കോസ് എന്ന് പറഞ്ഞാൽ ദൈവികമായ അൾട്ടിമേറ്റ് ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവസ്നേഹത്തോട് നിങ്ങൾ അബൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഇതാണ് കുറിഞ്ഞെന്ന് പറയണത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കവനൻ്റെ കുറിഞ്ഞെന്ന് പറയും. ഇപ്പോൾ കതിനയ്ക്ക് ഒരു കുറിഞ്ഞുണ്ടല്ലേ, നമ്മൾ തീ എല്ലായിടത്തും തീ കത്തിച്ചാൽ കതിനെ പൊട്ടത്തില്ല. അതിൻ്റെ മരുന്നിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് തീ വെച്ച് കൊടുക്കണം. ഉടമ്പടിയുടെ മരുന്നിരിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ, പത്രം കൊടുത്താലും ശരി, രോഗികളെ കാണാൻ പോയാലും ശരി, വസ്ത്രം കൊടുത്താലും ശരി, നിങ്ങൾ പറയണം, കർത്താവേ, നിന്നോട് സ്നേഹത്തിൽ ഒട്ടാനാണ് ഞാനിതൊക്കെ ചെയ്യണത്. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പ്രയോഗതലത്തില് നിർവഹിക്കുന്നത് സാങ്കേതികമായ നിബന്ധന നിറവേറ്റൽ അല്ല കർത്താവേ, മറിച്ച് അങ്ങയോടുള്ള സ്നേഹത്തിൽ എന്റെ ജന്മത്തെ ഒട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങളിലെ ഏറ്റവും വലുതാണല്ലോ നിങ്ങൾ എന്നിൽ വസിക്കുവേൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. നിങ്ങൾ എന്നിൽ വസിച്ചു കഴിയുമ്പോൾ 15:7 അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തത് പാലിക്കപ്പെടുവാൻ അങ്ങേ സ്നേഹത്തിൽ ഒട്ടിക്കണമേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒട്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞ നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ സെക്കൻഡ് പ്രമിസിലാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. ഫസ്റ്റ് പ്രമിസ് എന്താണ്? നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ ഉടമ്പടിയിലൂടെ ചെയ്യണം. ഒന്നെന്താണ്? ഒന്ന് കർത്താവിൽ വസിക്കണം. അതെങ്ങനെയാണ്? നമ്മുടെ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന നിബന്ധനകളെല്ലാം പരിശുദ്ധ പ്രവർത്തനങ്ങളാകാം, ആതുര ശുശ്രൂഷകളാകാം, ജീവകാരുണ്യ പ്രവർത്തികളാകാം. അതൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിലെ അതിൻ്റെ പേരിലാണ് നിയോഗം വെക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ കാര്യം നിറവേറാനല്ല നിയോഗം വെക്കേണ്ടത്. ഞാൻ ഇടയ്ക്ക് കളിയാക്കി പറയുന്നത് നിങ്ങൾ കുറച്ച് രോഗികളൊക്കെ കണ്ടിച്ച് ഓടി വന്ന് കമ്പ്യൂട്ടർ നോക്കും, ഓഫർ ലെറ്റർ വന്നാന്ന്. ദാറ്റ് മീൻസ് നിങ്ങൾ നിയോഗം വെച്ചിരിക്കേണ്ടത് ഓഫർ ലെറ്ററിനാണ്. ദാറ്റ് ഇസ് റോങ്. പിന്നീട് അത് റോസ്. അപ്പം ദൈവത്തിന് അറിയാൻ പറ്റും എന്താണ് നിങ്ങൾ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങളുടെ ഓഫർ ലെറ്ററിനാണ്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ 0 ഇൻകമാണല്ലോ ലഭിക്കുന്നത്. അത് ചെയ്യരുത്. അങ്ങനെ മറിച്ച് നിങ്ങളൊരു നിബന്ധന നിറവേറ്റുകയാണ്. ഒരു രോഗിയെ കാണാൻ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല, വണ്ടി കാത്തു നിൽക്കിയിരിക്കും. ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അയാൾ ബാങ്ക് മാനേജറാണ്. ഇൻ്റർനാഷണൽ US ബാങ്കിൻ്റെ സെക്യൂരിറ്റി കോഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കോഡ് ഗവൺമെൻറ് മാറ്റി. ആ പുതിയ കോഡ് കുറച്ച് സോഫ്റ്റ്വെയർ കുറച്ച് കോംപ്ലിക്കേഷനാണ്. അതിന് അവർക്ക് 6 പേരെ മതി, കോൺഫിഡൻഷ്യലായിട്ടുള്ള 6 പേരെ മതി. ഇയാൾ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയമാണ്. അയാൾക്ക് അവിടെ ജോലി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അയാളെ സെക്യൂരിറ്റി കോഡിലേക്ക് മാറ്റാൻ സംശയമാണ്. ഒരു നല്ല എക്സാം ഇട്ട് കൊടുത്തു. ആ എക്സാം ആണ് അയാൾ എഴുതുമ്പോൾ അയാൾ പെട്ടെന്ന് കറണ്ട് പോയി, കമ്പ്യൂട്ടർ ഓഫായപ്പോൾ ഞാൻ ഓർക്കണേ ആ മനുഷ്യൻ നിന്ന് സാക്ഷ്യം പറയണത്. അയാൾ പറയണത് കമ്പ്യൂട്ടർ ഓഫായി, അപ്പോൾ ഞാൻ ഇരുന്ന് ജപമാല ചൊല്ലിയെന്ന്. കറണ്ട് പോയി, അത് ഞാൻ എന്ത് ചെയ്യാനാ? അത് കർത്താവിൻ്റെ കാര്യമല്ലേ? ഈ ജോലി കർത്താവ് എനിക്ക് തരാൻ ഉദ്ദേശിച്ചാൽ കറണ്ട് പോയാലെന്ത് വന്നാലെന്ത്? ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിക്ക്. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിങ്ങളാണെങ്കിൽ ഈശോ എന്ന് പറഞ്ഞ് കൈയും കുടഞ്ഞ് വിരൽ ഓടിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ്. വിശ്വാസവും പെരുമാറ്റവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കറണ്ട് പോയല്ല, വിശപ്പ് വരും, ടവലും കണ്ടില്ല, അയ്യോ കറ എടുക്കാൻ മറന്നു, ആ തിരുതിക്ക് കറ ഇങ്ങോട്ട് പോകുന്നപ്പോൾ അത് എടുത്ത് മേശപ്പുറത്ത് വെച്ചതാണ്. അപ്പോൾ ടവൽ എന്താ കറണ്ട് പോയപ്പോൾ വേർക്കത്തില്ലേ? അപ്പോൾ ടവലിനെ കുറിച്ചാണ് പറയണതേ. അതാ വിഷയം. ഈ ആളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ദൈവത്തിന്? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം കയറണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, എൻ്റെ പെരുമാറ്റങ്ങളെ അങ്ങയുടെ സ്നേഹത്തിനപേക്ഷണീയമായി പുനർക്രമീകരിച്ചുകൊണ്ട് കുരിശിനെ കൃപയാക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ. ഇപ്പോൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ ബസ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാളെ പോകാതിരിക്കും. അതാ സംഭവം. കാര്യം എങ്ങനെ ഇത് ഇഷ്ടമില്ലാതെ ചെയ്യണ ഒരു പരിപാടിയാണ്. ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ട് ചെയ്യണതല്ല. ഇതെങ്ങനെ ചെയ്തില്ല, വിസ കിട്ടാതെന്നിരുന്ന് എന്ത് ചെയ്യും? പണ്ടാരം ഉടങ്ങാൻ എന്നാൽ പോയി കണ്ടേക്കാം ആ സ്ഥാനത്തിന് എന്ന് വിചാരിച്ചാണ് പോണത്. അങ്ങനെ രോഗിയെ കാണാൻ വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം ഇറങ്ങിയതാണ്. ബസ് സ്റ്റോപ്പിൽ അഥവാ ബസ് കിട്ടണില്ല, ഇന്ന് ബസ് ഇല്ലെന്നാണ് കേട്ടത്. അപ്പോൾ തന്നെ അപ്പുറത്ത് വണ്ടി ഇടുമ്പോൾ രക്ഷപ്പെട്ട് നാളെ പോയേക്കാം. അപ്പോൾ മനസ്സിൽ നിങ്ങൾ നാളെ ഒത്തെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൗണ്ടായി പോകത്തില്ലേ?
നിങ്ങൾ കളിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിനോടാണ് കളിക്കണത്. നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്തിരിക്കുകയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ആരാധന, ആരാധന. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 139:1. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു പണിയായെന്നർത്ഥം. ഇതാണ് പ്രശ്നം. നല്ല ആളിൻ്റെ അടുത്ത് കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിലേ അതാ പറഞ്ഞിരിക്കണേ. അതൊക്കെ 119 സങ്കീർത്തനം 139:1 പറഞ്ഞ്, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. നീ നെഗറ്റീവ് ആയിട്ട് നാളെ പോയി കാണാമായിരിക്കും. ഇന്ന് വണ്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ ഒത്തെങ്കിൽ പോകാമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ ആ സാധനം റെക്കോർഡായിപ്പോവും. ഉടനെ അത് കൗണ്ടഡായിപ്പോവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും അന്തരംഗത്തെ വിശുദ്ധ രക്തത്തെ കഴുകേണ്ടി വരും. അന്തരംഗമില്ലേ? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ അന്തരംഗത്തെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. അന്തരംഗം കഴുകപ്പെടേണ്ട കാര്യം നമ്മളെ ഈ കുരങ്ങ് കളിപ്പിക്കുന്ന അന്തരംഗമാണ്. നമ്മളീ പറയണ സാധനമല്ല, ആദ്യം അന്തരംഗത്തിലാണ് ആ സാധനം വരുന്നത്. അതുകൊണ്ട് അന്തരംഗത്തിൽ മരുന്ന് ഔഷധം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മാത്രമേ ഉള്ളൂ. അതാണ് 1 യോഹന്നാൻ 1:7. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. 1 യോഹന്നാൻ 1:7. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 യോഹന്നാൻ 1:7. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് അങ്ങനെ അന്തരംഗത്തിൽ കറ വന്നാൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമെന്ന് പ്രാർത്ഥിക്കണം. അതൊരു സ്വപ്നം കണ്ടാൽ പോലും പ്രാർത്ഥിക്കണം. മനുഷ്യന്മാർ സ്വപ്നം കാണത്തില്ലേ? മനുഷ്യന്മാർ സ്വപ്നം കാണുമ്പോൾ ഇപ്പോൾ മോറൽ എത്തിക്സിൻ്റെ എന്താ? ഹ്യൂമൻ ആക്ട് ഉണ്ട്, ആക്ട് ഓഫ് മാൻ ഉണ്ട്. ഹ്യൂമൻ ആക്ട് സ്വപ്നം ഏത് വെറൈറ്റി പെടുന്നതാണ്? ഹ്യൂമൻ ആക്റ്റാണ്. നമുക്ക് അതിനകത്ത് കൺട്രോളില്ല. ആക്ട് ഓഫ് മാൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ തുമ്മിപ്പോയി, അതെന്താണ്? ഹ്യൂമൻ ആക്റ്റാണ്. ഇറിറ്റേഷനാണ് പൊന്തു. പക്ഷെ നമ്മളൊരു സംഭവം ഒരാളെ കരുവൊക്കെ അടിക്കുകയാണെങ്കിൽ അത് ആക്ട് ഓഫ് മാനാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ്, അല്ലേ? അത് കൾപ്രിറ്റാകും ഉടനെ. പക്ഷെ സ്വപ്നത്തിൽ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വപ്നം നമ്മളെ വിശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലൊരു സ്വപ്നമാണ്. നമ്മൾ ആരാണെന്ന് പറയണ സ്വപ്നമായിരിക്കും. നമ്മൾ ആരാണെന്ന് പറയണത് സ്വപ്നമാണ്. നമ്മുടെ അന്തരംഗം സബ് കോൺഷ്യസ് എങ്ങനെ വർക്ക് ചെയ്യുന്നോ, അവിടെ ദൈവത്തിന് വല്ല സ്ഥാനമുണ്ടോ എന്നൊക്കെ പറയണത് സ്വപ്നമാണ്. നമ്മൾ സൂപ്പർ കോൺഷ്യസ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കുമല്ലോ ഇപ്പം നീഡ് കയറി വരണത്, അല്ലേ? അതോ ബോധത്തിൽ നിന്ന് വരും. അതോ ബോധത്തിൽ നിന്ന് ഈ സ്വപ്നം വരത്തില്ലേ? അപ്പം അതോ ബോധത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ബിംബങ്ങൾ, ചെയ്വനകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മൾ? കർത്താവിൻ്റെ അപ്പോൾ നമ്മൾ അന്തരംഗം അവിശുദ്ധമായിട്ടല്ലേ ആ സ്വപ്നം വരണത്. എപ്പോൾ ശരീരത്തിൻ്റെ പ്രവണതകളുണ്ടാവും, നീ അത് അമിത പ്രാധാന്യം കൊടുത്തിട്ടാണ്. ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് നീ അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എങ്ങനെ കഴിയും? ഇപ്പോൾ സെക്സ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അമിത പ്രാധാന്യം. അപ്പോൾ അവർക്ക് അതുപോലെയുള്ള ആ വെറൈറ്റിയിലുള്ള സ്വപ്നങ്ങൾക്ക് വരും. അപ്പോൾ എന്താ ചെയ്യണതെന്താണ്? അവിടെ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് വളമിട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു വിഷയം. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവികമായ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ദൈവം നിങ്ങൾ ആ അവിശുദ്ധ വഴികളിലൂടെ വിടത്തില്ല. അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഉട്ടോപ്യനാണെന്ന് അല്ല. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കണില്ല. ഉട്ടോപ്യനല്ല, ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ.
നിങ്ങൾ ആ വഴിക്ക് വിടത്തില്ല ദൈവം. അപ്പം നിങ്ങൾ ഇൻ കേസ് ദൈവത്തെ നിരക്കാത്തൊരു സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ ഒരാളെ കൊല്ലണ സ്വപ്നം കണ്ടു, നിങ്ങൾ ശത്രുവായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ശത്രുവായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരാൾ നിൻ്റെ ശത്രുവിനെ കൊല്ലാൻ പോണു, നീ പിടിച്ച് മാറ്റാൻ ഉദ്ദേശിക്കണില്ല, അതായിരിക്കും കണ്ടത്. അപ്പോൾ അയാളുടെ മരണത്തിൽ ഞാനല്ല കൊല്ലണം, നാട്ടുകാരല്ല കൊല്ലണം, ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്കറിയാം അവൻ ചത്താൽ നമുക്ക് നല്ലതാണെന്ന്. മനസ്സിലായില്ല? അപ്പോൾ നിൻ്റെ അന്തരംഗം വിശുദ്ധമല്ല. ഈ വിശുദ്ധമല്ലാത്ത അന്തരംഗത്തിൽ ദൈവത്തിന് വസിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അന്തരംഗത്തെ വിശുദ്ധീകരിക്കണേ, പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കും? മനസ്താപരണം ചൊല്ലി പ്രാർത്ഥിക്കണം. മനസ്താപരണമാണ് ഏറ്റവും ടോപ്പ്. അതിനെ അന്തരംഗം വിശുദ്ധീകരിക്കാൻ നമ്മൾ ഈ ആന്തരിക സൗഖ്യത്തെക്കാൾ ടോപ്പ് മനസ്താപരണമാണ്. എന്താ കാര്യം? അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളുണ്ട്. എന്താ പറയണത്? എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരെ പാപം ചെയ്തവനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ 1 യോഹന്നാൻ 1:5, 1:7 കയറ്റി വിടണം. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ എൻ്റെ അന്തരംഗത്തെ കഴുകണമേ. അപ്പോഴേ ദൈവത്തിന് മനസ്സിലാകും. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ ഇങ്ങനെ പറയണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ഈ ആഴ്ച വിശുദ്ധ വാരമാണ് അല്ലേ? പാപം എന്ന് പറഞ്ഞൊരു വിഷയമില്ലായിരുന്നെങ്കിൽ വിശുദ്ധ വാരം ഉണ്ടാകത്തില്ല. ദൈവം എന്തുമാത്രം സീരിയസ് ആയിട്ട് തൻ്റെ പുത്രനെ പോലും നൽകാൻ തക്ക വിധം പാപത്തെ അഡ്രസ്സ് ചെയ്യണ കണ്ടില്ലേ? അപ്പോൾ ദൈവം പരമവിശുദ്ധനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എടുക്കുന്ന വേർഡ് ഓഫ് ഗോഡാണ്. എടുത്ത മോളെ ലേവ്യ പുസ്തകം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ പറഞ്ഞേ, എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. വിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. നമ്മൾക്ക് മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിക്കാനും ദൈവത്തിന് നമ്മൾ സ്വന്തമാകാനുള്ള എളുപ്പ വഴിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി, നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഐക്യദാർഢ്യം പുലർത്തുകയാണ്. യു ഗോട്ട് ദ പോയിന്റ്. നീ കുരിശിൻ്റെ വഴി നടത്താൻ നല്ല വിഷയം. കുരിശിൻ്റെ വഴി ആർക്ക് വേണമെങ്കിലും നടത്താൻ പറ്റും. പക്ഷേ നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ വിശുദ്ധമായ രക്തം ചിന്തിയവനാണ്. അപ്പോൾ അവൻ്റെ പീഡാനുഭവത്തിൽ നമ്മുടെ ഐക്യദാർഢ്യം പുലർത്തുന്നു നമ്മൾ. കർത്താവേ, ഐ അക്സെപ്റ്റ് ദാറ്റ് മൈ ലോർഡ്, യു ഷെഡ് യുവർ ബ്ലഡ് ഫോർ മൈ റിഡംഷൻ. നീ എൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് വിശുദ്ധ രക്തം ചിന്തിയെന്ന് നിൻ്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. പറഞ്ഞേ, കർത്താവേ, നിൻ്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധിയെ ഒരു മൂല്യമായി പരിഗണിച്ചുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കാനുള്ള രക്തം ചിന്തിയുള്ള മരണത്തെ ഞാൻ അംഗീകരിക്കുകയും എന്റെ പീഡാനുഭവത്തോടെ ഞാൻ ഐക്യദാർഢ്യം പുലർത്തുകയും ചെയ്യുന്നു. വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഈശോയെ കൃപയാകണമേ. കർത്താവിൻ്റെ കുരിശുമരണത്തോട് ഐക്യദാർഢ്യം പുലർത്താനും വേണ്ടിയാണ് ഞാൻ വിശുദ്ധീകരിക്കുകയും. ഇപ്പം കത്തോലിക്കരാണെങ്കിൽ കുമ്പസാരിക്കുന്ന ദിവസങ്ങളാണിത്. ഇപ്പം ചിലരാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തിരക്കാണ്, അതുകൊണ്ട് കുറച്ച് നേരം നോക്കി നിന്നും പോരും. നിങ്ങൾ നോക്കി നിന്നും ആൾത്താറിൽ നിന്ന് ഇപ്പം നിങ്ങൾ കുമ്പസാരിക്ക് കഴിഞ്ഞപ്പോൾ അവിടെ തിരക്കാണ്, നിങ്ങൾ നോക്കി നിന്നിട്ട് പോരേണ്ടി വന്നാൽ സ്വർഗത്തിൻ്റെ വാതിക്കൽ പോയി നിങ്ങൾ നോക്കി നിന്നിട്ട് നരകത്തിലൊക്കെ ഒരു കാലത്ത് നടക്കേണ്ടി വരും. കാര്യം നിങ്ങൾ ഭൂമിയിൽ അതാ ചെയ്തിരിക്കണത്. ഇത്രയും വ്യക്തമായിട്ട് കർത്താവ് നിങ്ങളെ പറഞ്ഞിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്കതൊരു ഫീല് ചെയ്യണില്ല, ഫീല് കിട്ടണില്ലല്ലോ. അത്ര നിസ്സാര കാര്യമല്ല. നിങ്ങൾക്കൊരു പശ്ചാത്താപത്തിൻ്റെ ഫീല് കിട്ടണില്ല എങ്കിൽ നിങ്ങൾ ഒത്തിരിയേറെ കഠിനമായി പോയെന്ന് എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും
നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ എന്തിനാണ് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കണത്? എൻ്റെ മനസ്സിൽ ഈശോ തന്നതുകൊണ്ട് സംസാരിക്കില്ല. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് വന്ന ആളല്ല. ഞാൻ സംസാരിക്കാൻ വന്നത് എബൈഡിങ്ങിനെ കുറിച്ചാണ്. കവനൻ്റെ ഏറ്റവും വലിയ ഒരു, നമുക്ക് നിങ്ങൾ വിചാരിക്കും നോട്ട് ബൈ മെറിറ്റാണ് ഏറ്റവും വലുതെന്ന് ഉടമ്പടിയിൽ. കാര്യം നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. നിങ്ങൾ വിചാരിക്കും ടൈം ഷോർട്ടണിങ് ആണ് ഏറ്റവും വലുതെന്ന്, സമയച്ചുരുക്കമെന്ന്. നിങ്ങൾ വിചാരിക്കും ഉടമ്പടിയുടെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത് ഭാരലഘിതമാണെന്ന്. ഇതൊന്നുമില്ല, പ്രസൻസാണ്. പ്രസൻസ്. ഇപ്പം ഡിക്സൺ എന്താ പറയുന്നറിയാവോ? ഡിക്സൺ പറഞ്ഞു, ഞങ്ങൾ ജയിലിലിട്ടില്ലേ, എന്നിട്ട് ഞാൻ കവനറ്റിൽ നിന്ന് പോയില്ല, ഞങ്ങൾ ജയിലിലിട്ടു, എൻ്റെ വീട്ടിൽ കടമായി, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കാശില്ല, അവർ പട്ടിണിയാകാൻ പോണ്, എന്നിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് പോകുന്നില്ല, ഞാൻ ആ കവനിൽ തന്നെ നിന്നു. രാത്രി 1 മണിയായപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, ഞങ്ങൾ 7 പേരെയും ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ജയിൽ വാർഡൻ ഇവരൊക്കെ മുമ്പ് വാപൊളിക്കുകയാണ്. കാര്യം ഇന്ന് വരെ 5 മണിക്ക് ശേഷം ആ ജയിൽ തുറന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. 5 മണിക്ക് മുമ്പ് ജയിലടച്ച്, വൈകുന്നേരം 5 മണിക്ക് ജയിലടച്ചാൽ പിന്നെ തുറക്കത്തില്ല. രാവിലെ 6 മണിക്കേ തുറക്കത്തുള്ളൂ. ആദ്യമായിട്ട് അവിടെ ജീവിതത്തിൽ ജയിൽ തുറക്കണത്. അപ്പോൾ ഡിസംബറിന് അമ്മ വന്ന് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു. കൈ ഇട്ടിച്ച് കർത്താവിനെ തുടരുക. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതിന്